മോളെ അമ്പിളി, സമയം ഒത്തിരിയായി. എന്തിരിപ്പാ ഇത്? എനിക്ക് വയ്യ അമ്മേ, ശരീരം മുഴുവൻ വേദനിക്കുന്നു, തീരെ വയ്യ. മോളെ രാവിലത്തെ മരുന്ന് കഴിച്ചോ? വയ്യ, ഭയങ്കര കയ്പാ, ശരീരം മുഴുവൻ തൈലത്തിന്റെ മണോ. മോൾ എഴുന്നേറ്റ് കാപ്പി കുടിക്ക്. അപ്പുറത്തെ വീട്ടിലെ ചിഞ്ചുവും മണിക്കുട്ടനും വന്നിരുന്നു മോളെ അന്വേഷിച്ച്. എന്തിനാണ് അമ്മേ? ഗുരുജിയുടെ ക്യാമ്പിൽ ക്ലാസ് തുടങ്ങി. ഓ, ഞാൻ കേട്ടു. എനിക്ക് പോണമെന്നുണ്ടായിരുന്നു, പക്ഷേ മേലാകെ. കരയാതെ മോളെ, മോളെ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ആ, പറഞ്ഞു തീർന്നില്ലല്ലോ, അവിടുത്തെ മാഷെത്തി. മാഷേ നമസ്കാരം. കയറി ഇരുന്നാട്ടെ. ഇരിക്കാനും സമയമില്ല, ക്യാമ്പ് തുടങ്ങാറായി. അമ്പിളിയെ കണ്ടില്ലല്ലോ. ക്യാമ്പിലേക്ക് അമ്പിളിയെ കൊണ്ടുപോകാൻ ഗുരുജി പറഞ്ഞു വിട്ടതാ. എന്റെ മാഷേ, അബദ്ധത്തിൽ അമ്പിളിയുടെ ശരീരത്ത് ചൂടുവെള്ളം വീണ് പൊള്ളി. അതിന്റെ പാടുകൾ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മോൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. വിഷമിക്കാതെ അമ്പിളി വാ, നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. ആ, എന്റെ മോള് ചെല്ല്. നമ്മുടെ ഗുരുജിയുടെ ക്യാമ്പിലെ പരിപാടിയല്ലേ, മോള് ചെല്ല്. എനിക്ക് മടിയാ, ശരീരത്തുള്ള പൊള്ളിയ പാട് കാണുമ്പോ കുട്ടികൾ പരിഹസിക്കും. ഓ, മോള് വിഷമിക്കണ്ടെന്ന്, അവിടെ ആരും പരിഹസിക്കില്ല. എന്നാ ഞാൻ വരാം. ആ, എന്നാ ഞാൻ ചെല്ലട്ടെ. ആ, ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വിജയമാർഗം ഞാൻ പറഞ്ഞു തരാം. വിജയമാർഗമോ? അതെന്താണ്? ജീവിതം വിജയിക്കാൻ ഒരു ഉപദേശം. എന്താ ജോണി മൗനമായിരിക്കുന്നത്? പപ്പ തന്നെയല്ലേ മോനെ കൊണ്ടാക്കിയത്? അതെ, ഞാൻ ഞങ്ങളുടെ പുതിയ കാറിലാണ് വന്നത്. ഓ, അതാണ് കാര്യം. കാറിന്റെ കാര്യമായിരിക്കും എപ്പോഴും മനസ്സിൽ. ഒന്നും മിണ്ടാണ്ടിരിക്കട. എന്റെ അപ്പ കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലേ, അല്ലാതെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാണ് വഴക്കിടുന്നത്? അല്ല മാഷേ, ഇവനെപ്പോഴും സമ്പാദ്യത്തെ കുറിച്ചാ പറച്ചില്. മക്കളെ, നമ്മുടെ സമ്പാദ്യം സ്വർഗത്തിലും ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകൂ. ഓ, അതെങ്ങനെ സാറേ? സ്വർഗത്തിൽ നമ്മൾ എങ്ങനെ നിക്ഷേപിക്കും? നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ മനസ്സ്. ഭൂമിയിൽ നമ്മൾ നിക്ഷേപിച്ചാൽ കള്ളന്മാർ മോഷ്ടിച്ചേക്കാം. ഓ,
ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ബാങ്ക് കൊള്ളയെ പറ്റി. ശരി തന്നെ. സ്വർഗത്തിൽ നിക്ഷേപിച്ചാൽ അതൊരിക്കലും ആരും മോഷ്ടിക്കില്ല. സാറേ, അതെങ്ങനെയാണ്? എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? ബൈബിളിൽ പറയുന്നു, പൂർണ്ണത പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ആളോട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്കും എളിയവർക്കും വേണ്ടി കൊടുക്കുക. അങ്ങനെയാണ് സ്വർഗത്തിൽ നാം നിക്ഷേപമുണ്ടാക്കുന്നത് എന്ന് യേശു പറഞ്ഞത്. മാഷേ, ഞാൻ മനസ്സിലാക്കുന്നു. സ്വർഗത്തിലെ നിക്ഷേപമാണ് വലുത്. ഇനി പപ്പ എനിക്ക് തരുന്ന പോക്കറ്റ് മണി എല്ലാം ഞാൻ ശേഖരിക്കും. എന്നിട്ട് എന്റെ സാധുക്കളായ കൂട്ടുകാർക്ക് ഞാൻ കൊടുക്കും. സാറേ, ദേ ഈ മഹേഷ് ഇരുന്ന് കരയുന്നു. മഹേഷ്, നീ എന്താ കരയുന്നത്? നിനക്കെന്താ പറ്റിയത്? മാഷേ, എന്റെ അച്ഛൻ മരിച്ചു. എന്തോ ഞാനിവിടെ ആയിരുന്നപ്പോ അതൊക്കെ ഓർത്തുപോയി. എല്ലാവർക്കും അച്ഛനുണ്ട്, എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല. ആകാശത്തിലെ പറവകളെ ദൈവം കരുതുന്നില്ലേ? അവർക്കാവശ്യമുള്ളതെല്ലാം ദൈവം കൊടുക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, ഏറ്റവും വില കുറഞ്ഞ കുരുവിയെപ്പോലും ദൈവം കരുതുന്നു. പിന്നെ ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച മോനെ ദൈവം കരുതാതിരിക്കുവോ? ഈ അനാഥനെ ആർക്കു വേണം? എനിക്ക് ആരുമില്ല. മോനെ, നിരാശനായിരുന്ന പത്രോസിന്റെ വഞ്ചിയിലേക്ക് കയറിയ യേശു പത്രോസിന്റെ വിഷമത മാറ്റി, ശൂന്യത മാറ്റി, വഞ്ചിയിൽ വലിയ മീൻ കൊണ്ട് നിറച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണ വീട്ടിൽ വിരുന്നിന് വീഞ്ഞു തീർന്നപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി വീട്ടുകാരുടെ വിഷമഘട്ടത്തിൽ യേശു കരുതി. അതുപോലെ അനാഥരെയും വിധവകളെയും ഒക്കെ പരിപാലിക്കുന്ന ദൈവപുത്രനാണ് യേശു ക്രിസ്തു. മോനു വേണ്ടിയും യേശു കരുതും. കാരണം മോനും യേശുവിന്റെ പൈതലല്ലേ? അതെ മാഷേ, ദൈവം എനിക്ക് വേണ്ടി കരുതും. ഞാൻ പറഞ്ഞില്ലേ, ഗുരുജിയുടെ ആശ്രമത്തിൽ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുത്താൽ മഹേഷിന്റെ വിഷമങ്ങൾ മാറുമെന്ന്. നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനാണ് യേശുവിന്റെ ശിഷ്യനായ വിശുദ്ധ പത്രോസ് വിശ്വാസികളോട് അരുളി ചെയ്തത്. ബെല്ലടിച്ചു. അയ്യോ, നാളെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തണം, കേട്ടല്ലോ? ശരി സാർ. ശരി സാറേ. ആഹാ മോളെ, നീ പതിവില്ലാതെ ഇന്ന് നേരത്തെ പോവാൻ തയ്യാറായല്ലോ. എന്തു പറ്റി? അമ്മേ, ഗുരുജിയുടെ ക്യാമ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടായി. മനസ്സിനും ശരീരത്തിനും നല്ല സന്തോഷമാ. അമ്മയ്ക്ക് സന്തോഷമായി, തൃപ്തിയായി. ആട്ടെ, എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? ശരീരത്തിലെ പൊള്ളിയ പാട് ആരെങ്കിലും കണ്ടോ? അമ്മേ, മാഷ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒത്തിരി നല്ല കൂട്ടുകാരെയും കിട്ടി. മാഷ് പറയാ, കാട്ടുപൂവിനെ പോലും ചമയിക്കുന്ന ദൈവം എന്റെ ശരീരത്തിലെ പാടുകളെല്ലാം മാറ്റി എന്നെ ചമയിക്കുമെന്ന്. പിന്നെന്തൊക്കെ പറഞ്ഞു? താമരയെ സൃഷ്ടിച്ച ദൈവം, നല്ല ഭംഗിയുള്ള റോസാപ്പൂവിനെ പോലും ചമയിക്കുന്ന ദൈവം എന്നെയും സുന്ദരിയാക്കാൻ കഴിയുമെന്ന് മാഷ് പറഞ്ഞു. കൂട്ടുകാരെല്ലാം പറഞ്ഞു. സമയം പോയി. ചമയിക്കുന്ന ദൈവത്തെ കേൾക്കാൻ ധൃതിയായി. ഇനി ഒത്തിരി പഠിക്കാനുണ്ട്. ഞാൻ പോവാം. ടാറ്റാ. എനിക്ക് സന്തോഷായി. എന്റെ മോള് ഒന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര നാളായി. ഗുരുജി, നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ് കുട്ടികൾക്ക് വലിയ ഉത്സാഹമായി. ഞാനും അതാണ് ആഗ്രഹിച്ചത്. തിരസ്കരിക്കപ്പെട്ടവരും അനാഥനുമായ കുഞ്ഞുങ്ങളെ കരുതുവാനും അവരെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നയിക്കുവാനുമാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗുരുജി പറഞ്ഞതിന് പ്രകാരം മഹേഷിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ പുറത്ത് നിൽക്കുക. മഹേഷ്, കടന്നു വരൂ.
നമസ്കാരം ഗുരുജി. മോനെ, നിന്റെ വേദന ഞാൻ അറിഞ്ഞു. മാഷ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ മോനെ, കരയാതെ. എന്ത് തിന്നും എന്തൊടുക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ആകുലരാകരുത്. നമ്മൾ വിചാരിച്ചാൽ ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. ഇതെല്ലാം മറ്റുള്ളവർ അന്വേഷിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഇതൊക്കെ നമുക്ക് ആവശ്യമെന്നറിയുന്നു. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം അവിടുന്ന് ഒരുക്കും. എനിക്ക് മനസ്സിലായി ഗുരുജി, എല്ലാം മനസ്സിലായി. എനിക്ക് വേണ്ടി ദൈവം കരുതും. ഗുരുജി, ഞങ്ങൾക്ക് മനസ്സിലായി ഈ വിജയമന്ത്രം. യേശു കൂടെ ഉണ്ടെന്നാൽ തള്ളില്ല ഒരു നാളും മർത്യരെയൊക്കെ. അതെ കുഞ്ഞുങ്ങളെ, അതെ. നമ്മുടെ മുമ്പിൽ 2 വഴികളുണ്ട്, തിന്മയുടെയും നന്മയുടെയും. അത് തിരഞ്ഞെടുക്കുന്നതിലാണ് വിവേകം. യേശുവിന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഞെരുക്കമായിരിക്കും, പക്ഷേ അതാണ് നിങ്ങളെ നിത്യരാജ്യത്തിന്റെ അവകാശിയായി മാറ്റുന്നത്. അതായിരിക്കും രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരാക്കി നമ്മെ മാറ്റുന്നത്. യേശുവിന്റെ അടുക്കൽ വന്നവരെല്ലാം ആദ്യം ശിഷ്യന്മാരായി, പിന്നീട് അവർക്ക് സഹോദരന്മാരുടെ തുല്യത നൽകി. അതിനുശേഷം അവിടുന്ന് അവരെ ദൈവിക ജ്ഞാനത്താൽ നിറച്ചു, അപ്പോസ്തലന്മാരാക്കി അയച്ചു. അവർക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കരുതി. ഞങ്ങൾക്ക് മനസ്സിലായി ഗുരുജി, യഥാർത്ഥ കരുതൽ യേശുക്രിസ്തുവിന്റേതാണ്, യേശുക്രിസ്തുവിന്റേത് മാത്രം. അതുകൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിച്ച് ഒരു പ്രാർത്ഥനാ ഗീതം ആലപിക്കാം. മഹേഷ് പാടൂ. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദ തെളിനീർ ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദ തെളിനീർ ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർസലേം നായകാ നിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർസലേം നായകാ നിൻ തിരുനാമം പാവനം. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദ തെളിനീർ ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദ തെളിനീർ ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ.